നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാരണാസി വ്ളോഗ് നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വാരണാസി എക്സ്പ്ലോർ ചെയ്യാം. 2 ദിവസം നമ്മളിവിടെ ഉണ്ട്. വേദ പൊട്ടിയടിയും ബഹളവും തന്നെ. കണ്ണിലും കവിളിലും അവിടെ ഇവിടെയൊക്കെ വാരി തേക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വസ്ത്രയുടെ ചിക്കൻ കാരി കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി ലക്നൗ മെറ്റീരിയൽ ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ത്രെഡ് വർക്കിൻ്റെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇവിടെ അല്ലേ നമ്മുടെ വിശേഷം. അപ്പോൾ രാവിലെ ഞാൻ വാരണാസി അമ്പലം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരു 15 days മുന്നേ ഞാൻ ബുക്ക് ചെയ്തു. അഡൾട്ട്സിന് പെർ ഹെഡ് 300 rupees. എനിക്ക് മാഡനും എടുത്ത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ്സ് വേണ്ട, അതുകൊണ്ട് വേദയ്ക്ക് എടുത്തിട്ടില്ല. അപ്പോൾ 10നും 11നും ഇടയ്ക്കുള്ള ദർശനമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമയം 8:30 മണിയാവും. 8:30 മണിയായി കറക്റ്റ്. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകാൻ മതി. കാരണം നമ്മൾ വേറെ ഇനി പുറത്ത് അന്വേഷിച്ച് നടന്ന് ലേറ്റ് ആയാൽ 10 മണിക്ക് നമുക്ക് അതിന് കയറാനുള്ളതല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ നിൽക്കുകയാണ്. വേറെ കുറേ സമയം കൊണ്ട് മേക്കപ്പും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വാരി പൂശും, ഞാനതിനെ മായ്ച്ചു കൊടുക്കും. കുറേ നേരമായി. വേദ ഇറങ്ങിയാൽ നമുക്കിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ ബൊഫയൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ ആളാരും ഇല്ലേ? ചോള ഭട്ടൂരെ, ഇഡ്ഡലി, എന്ത് വേണം ഇവിടെ? ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്. ഇതായത് വല്ലതും വേണം നോക്ക്. ഇവിടെ ബൊഫെ ഉണ്ട്. നമ്മൾ ബൊഫെ എടുത്തിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതല്ലേ. ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് എങ്ങോട്ടിരിക്കാം? അവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തു. ഇഡ്ഡലി, ഉപ്മ, വേദയ്ക്ക് ബ്രെഡ് ടോസ്റ്റ്. വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. വേദ മാന്യതയോടെ ബ്രെഡ് ടോസ്റ്റ് പറഞ്ഞു. അവർ ഇഡ്ഡലി മാവ് അരയ്ക്കാൻ പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇഡ്ഡലി ബൊഫയിലുണ്ട്, പക്ഷേ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് സെപ്പറേറ്റേ കൊണ്ട് തരത്തുള്ളൂ. ഇഡ്ഡലി മാവ് അരച്ച് പുഴുങ്ങിക്കൊണ്ട് തന്നു. ഇനി ഞാൻ ഉപ്മാവ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉണ്ടാക്കിയുള്ളായിരിക്കും കേട്ടോ. നമ്മൾ ലേറ്റ് ആവുമെന്ന് എഴുതിയാണ് ഇവിടെ കയറി കഴിച്ചത്. അല്ലെങ്കിൽ പുറത്തോട്ടെങ്കിലും കഴിക്കുള്ളൂ. ഇത്രയും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് കാര്യം നടക്കട്ടെ എന്ന് എഴുതി ഇവിടെ കയറി കഴിച്ചത്. പക്ഷേ ഇവിടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ടെന്തെങ്കിലും കഴിക്കത്തുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് 2ആയിട്ടായിരിക്കും ഇടുന്നത് കേട്ടോ. നോക്കട്ടെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ലെങ്ത് ആയിരിക്കും. കാരണം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോകാനൊക്കെ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണ്ടേ. അതുകൊണ്ട് ചിലപ്പോൾ ലെങ്ത്ത് കൂടിയാൽ നിങ്ങൾക്കും കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടാവും. നോക്കട്ടെ, മാക്സിമം ഒരു 45 മിനിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ 2 വീഡിയോ ആയിട്ട് ഇടാവേ. അതെന്തോന്ന് ഉപ്മാ, കൊഴുക്കട്ടെ ഉപ്മാവാ. നോക്കട്ടെ, ടേസ്റ്റ് ചിലപ്പം നല്ലതായിരിക്കും. ഇഡ്ഡലി കൊള്ളാമോ? ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് തന്ന് കൊള്ളാം. പ്രതീക്ഷിച്ച പോലെ അല്ല. ഇത് നല്ല ക്വാണ്ടിറ്റി. പാതി ചേട്ടൻ കഴിയേ. കുഴപ്പമില്ല, കൊള്ളാം. ഞാൻ കരുതി കൊഴുക്കട്ടണൊക്കെ ഇട്ടു. ഞാൻ ഉണ്ടാക്കണ ഉപ്പുമാവ് പോലെ. കാഷ്നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്തു. പക്ഷെ ഇവിടെ ഊബർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. ഒന്ന് നോക്കാമെന്ന് കരുതി. ഇന്നലെ ഈവനിങ് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് 6 minutes വെയിറ്റ് ചെയ്യാൻ കാണിച്ചു. 6 minutes വെയിറ്റ് ചെയ്തിട്ട് ഊബർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് അല്ലാതെയാണ് പോയത്. അപ്പോൾ ഇന്നും ഞാൻ ഊബർ നോക്കുകയാണ്. കിട്ടുമോ നോക്കാം, ഇല്ലെങ്കിൽ വേറെ ഓട്ടോ വിളിച്ച് പോവാം. നല്ല മഞ്ഞുണ്ട് കേട്ടോ. തണുപ്പുണ്ട്, മഞ്ഞും ഉണ്ട്. ഇതാണോ ഓട്ടോ? 5730. നമ്മൾ ഊബർ വിളിച്ചു. ഊബർ വന്നു. പക്ഷേ ഹോട്ടലിൽ നമ്മൾ കാർ ഇട്ടുന്നിടത്തുനിന്ന് കാർ ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിട്ട് കാറ് മാറ്റാൻ പോയി. പക്ഷേ ഊബറിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഊബർ ഇവിടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ അവർ വരും കേട്ടോ. ഇവരോട് കിടന്ന് വില പേശുന്ന നേരെ ഒരു ഊബർ ബുക്ക് ചെയ്താൽ വിലയിലും ലാഭം, കറക്റ്റായിട്ട് നമ്മളവിടെ എത്തിക്കുകയും ചെയ്യും. ഇന്നലെ നമുക്ക് പണി കിട്ടിയതാണ്. നമ്മൾ ഓട്ടോയിൽ കയറി അമ്പലത്തിൻ്റെ പരിസരത്തെത്തി. ഇവിടെ നിന്ന് 1 kilometer കൂടെ ഉണ്ട് അമ്പലത്തിലേക്ക്. 1.5 kilometer ഉണ്ട്. അങ്ങോട്ടേക്ക് 9 മണിക്ക് ശേഷം ഓട്ടോ വിടത്തില്ല. രാവിലെ 9 മണിക്ക് ശേഷം ഓട്ടോ വിടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ നടന്ന് പോവുക 1.5 kilometer. അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് റിക്ഷ കിട്ടും. റിക്ഷ വഴി നമുക്ക് പോകാവുന്നതാണ്. അവർ എത്ര രൂപ വാങ്ങുന്നു എന്നറിയില്ല. റിക്ഷ ചേട്ടന്മാരോട് ഇനി വില പേശണം. ചോദിച്ചു നോക്കാം, റിക്ഷ ചോദിച്ചു നോക്കാം. कितना टेम्पल 3 आदमी है 100 रुपए 100 रुपए 100 2 है No, 80. बैठो
നമ്മൾ റിക്ഷച്ചേട്ടൻ 100 രൂപ പറഞ്ഞ് അന്ന് 80 ഞാൻ ഒതുക്കിയേട്ടാ. 50 പറഞ്ഞിരുന്നെങ്കിലും അവന്മാർ ചെയ്താന്, പക്ഷെ 80 ഒതുക്കി ഞാൻ. ഇതും അമ്പലത്തിന്റെ തൊട്ടടുത്ത് വരെ പോവില്ല, കുറച്ച് ദൂരം മാറി എന്തോ നിക്കത്തുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് തണുപ്പുണ്ട്, വേദയ്ക്ക് തണുപ്പില്ലെന്നാണ് വേദ പറയുന്നത്. ഞങ്ങള് ഫ്രണ്ടിൽ കയറി, ഏട്ടൻ ബാക്കിൽ കയറി. പക്ഷെ ബാക്കിലെ വ്യൂ ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ 9:30-9:45 സമയം ആയിട്ടുള്ളൂ, എന്നിട്ട് നല്ല തിരക്കുണ്ട്. അപ്പം നിങ്ങൾ കാശി ഞാൻ പറയുന്ന വല്ല കേൾക്കുന്നുണ്ടോ ആവോ. കാശി വിശ്വനാഥ ടെമ്പിളിൽ വരികയാണെങ്കിൽ കാശി വിശ്വനാഥ ടെമ്പിൾ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു സൈറ്റ് ഓപ്പൺ ആവും. അതിൽ ഓപ്പൺ ചെയ്തിട്ട് സുഖം ദർശൻ കൊടുക്കുക. 300 രൂപയാണ് ടിക്കറ്റ്. ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ട് വന്നാൽ അധിക സമയം ക്യൂവിൽ നിൽക്കാണ്ട് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. 1.5 കിലോമീറ്റർ ഉണ്ട്. ആ ചേട്ടൻ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. ഇനി ഒരു 850 മീറ്റർ ഞാൻ മാപ്പ് അടിച്ച് നോക്കിയപ്പോൾ ഉണ്ട് കേട്ടോ. വണ്ടികളെ വിടത്തില്ല. പക്ഷെ ബൈക്കായിരുന്നുവെങ്കിൽ അതുവരെ എത്തിച്ചാന്. ഇപ്പം ബൈക്കിൽ നമ്മൾ 3 പേരും കൂടെ പറ്റത്തില്ല. 2 പേരാണെങ്കിൽ അവർ കയറ്റിക്കൊണ്ടുപോകും. 3 പേരും കൂടെ പാടാണ്. നമ്മൾ മധുരൈ പോയ പോലെ തന്നെ, പക്ഷെ അത്ര തിരക്കില്ലെന്നേ ഉള്ളൂ. അല്ല, അവിടെ തിരക്കില്ല, ഇവിടെ തിരക്കുണ്ട്. ഇനി ഒരു 350 മീറ്റർ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. തണുപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും പുണ്യം ചെയ്തൊരു ജന്മമായിട്ട് ഞാൻ എന്നെ കണക്കാക്കുന്നു. സത്യമായിട്ടും ഇവിടെയൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഇത് നടക്കുമ്പോൾ ദൈവാനുഗ്രഹം തന്നെയാണ്. എൻ്റെ കണ്ണൻ ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലത്ത് പോകാൻ പറ്റി. അതൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. വാരണാസി എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ചീമയൊക്കെ പോയി ചീമ പറയണൊക്കെ കേട്ടപ്പോൾ ഒന്ന് വരണമെന്ന് തോന്നിയിട്ടാണ് ഇപ്രാവശ്യത്തെ ട്രിപ്പ് വാരണാസിയിലേക്ക് ആക്കിയത്. എന്തായാലും കൊള്ളാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ട്. 2 ദിവസം കൊണ്ട് കണ്ടു കഴിയുന്ന സ്ഥലമല്ല വാരണാസി. എങ്കിലും ഇപ്പം നമ്മൾ ഓട്ടോ കയറിയപ്പോൾ ചേട്ടൻ കുറേ സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൊണ്ട് കണ്ടു കഴിയാൻ പറ്റുന്ന സ്ഥലമല്ല, പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അത്രേ പറ്റത്തുള്ളൂ. തണുപ്പാണേലും എന്തേ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അതുവഴിയും ടെമ്പിളിൽ പോകാന്ന് അവരൊക്കെ പറയുന്നത്. അത് മറ്റേ ഗൈഡുകളാണെന്ന് തോന്നുന്നത്. അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നാൽ വലിയ തിരക്കുണ്ടാവില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മളപ്പോൾ കാശി വിശ്വനാഥിൻ്റെ മണ്ണിലാണ്. കാശി അമ്പലത്തിൻ്റെ ഭംഗികളാണ് നിങ്ങൾ, അമ്പല പരിസരത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ വെയിൽ സമയത്തൊന്നും നമുക്ക് വരാൻ പറ്റില്ല, ഭയങ്കര വെയിലായിരിക്കും. ഈ വിൻ്റർ സീസൺ തന്നെയാണ് എപ്പോഴും നല്ലത്. കുറച്ച് തണുപ്പുണ്ടെന്നേ ഉള്ളൂ. ആ ജാക്കറ്റൊക്കെ ഇടുമ്പോൾ ഓക്കെ കേട്ടോ. കുറച്ച് ഗ്ലൗ കൂടെ ഇടാനുള്ളായിരുന്നു. ഞാൻ കരുതി ഗ്ലൗവിൻ്റെ എൻ്റെ തണുപ്പില്ലാന്ന് കരുതി, പക്ഷെ തണുപ്പുണ്ട്. നമ്മൾ ഓട്ടോയിലൊക്കെ പോകുമ്പോഴേ തണുത്ത കാറ്റടിച്ചിട്ട് നല്ല തണുപ്പുണ്ട്. നമ്മൾ അമ്പല പരിസരം എത്തി. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. ആരോട് ചോദിച്ചു നോക്കട്ടെ. ഇവിടെയാണെന്ന് തോന്നുന്നു സുഖം ദർശൻ. എല്ലാവരും ഇങ്ങോട്ടൊക്കെ പോകണം. ചോദിച്ചോ. टिकट एंट्री जी, टिकट एंट्री ടിക്കറ്റ് എടുത്തു. അവിടെ കാണിച്ചു. അവർ കയറി പോകാൻ പറഞ്ഞു. ഉള്ളിൽ തിരക്ക് എവിടെയാണെന്ന് അറിയില്ല. ഷൂസും ബാഗും ഒക്കെ ഇവിടെ വെക്കേണ്ട ലോക്കർ സെറ്റപ്പ് ഒന്നും അറിയത്തില്ല. ഗംഗാ നദിയുടെ വെസ്റ്റ് സൈഡിലാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനെ ഇവിടെ വിശ്വനാഥൻ അല്ലെങ്കിൽ വിശ്വേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്താൽ പരേതർക്ക് ശാന്തി ലഭിക്കുമെന്നാണ് ഒരു ഇത് പറയുന്നത്. വാരണാസിയുടെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് കാശി എന്നായിരുന്നു. അത് പിന്നെ ബനാറസ് ആയിട്ട് മാറി. ഇപ്പോൾ അത് വാരണാസി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ ടിക്കറ്റ് 300 രൂപ ടിക്കറ്റ് എടുത്താണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് മൊബൈൽ ഫോൺ അലൗഡ് ആണ്.
ഉള്ളിലേക്ക് കയറിയിട്ട് മൊബൈൽ ഫോണും ചപ്പലും ഇടേണ്ട ക്ലോക്ക് റൂമും ഇവിടെ അവൈലബിൾ ആണ്. അത് ഫ്രീ സർവീസാണ്. പക്ഷേ ബ്ലൂടൂത്ത്, സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലൗഡല്ല. അത് പുറത്ത് തന്നെ നമ്മൾ കൊടുക്കുക. പുറത്ത് അവരതിന് ഫീ വാങ്ങില്ല, പകരം ഒരു തട്ടം എടുക്കാൻ പറയും. തട്ടത്തിന് 250 രൂപയാണ് ഞങ്ങളുടെ നിന്ന് ചാർജ് ചെയ്തത്. ആ തട്ടം എടുത്താൽ അവിടുത്തെ ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് തരും. അല്ലാതെ ലോക്കറിന് അവർ പൈസ വാങ്ങില്ല, തട്ടം തന്നെ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരം എന്ന് പറയുന്നത്. ഭഗവാനെ കാണാനും തൊഴാനും പറ്റി. നമ്മൾ റീൽസിലും വീഡിയോസിലും ഒക്കെ കാണുന്ന കാശിയല്ല ശരിക്കുമുള്ള കാശി, അല്ലെങ്കിൽ വാരണാസി. ഭയങ്കര തിരക്കാണ്. നമുക്ക് തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോട് ചോദിച്ചാലും അവർ പറയുന്നത് 12 മാസവും 365 ദിവസവും ഇതേ തിരക്കെന്നാണ് പറയുന്നത് കേട്ടോ. സ്കൂട്ടറും ബൈക്കും ആൾക്കാരും നടക്കാൻ കൂടി സ്ഥലമില്ലാത്ത ഒരു തിരക്കാണ്. പക്ഷേ നമുക്കതിൻ്റെ ഭംഗി ആസ്വദിക്കാനാണെങ്കിൽ എത്ര ആസ്വദിച്ചാലും മതിയാവില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് അവിടുത്തെ ആ ഒരു വൈബെന്ന് പറയുന്നത്. ഭയങ്കര ഇതാട്ടോ. നമ്മുടെ ഘട്ടങ്ങളിലൊന്നും പോയിട്ടില്ല, എന്നിട്ട് അമ്പലത്തിൽ മാത്രം ചെന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരക്ക് മാത്രം നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ 300 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അരമണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് തൊഴുത് വന്നത്. ടിക്കറ്റ് എടുക്കാത്തവർക്ക് ലോങ് ക്യൂ ആണുള്ളത്. അപ്പോൾ വരുന്നവർ ഉറപ്പായിട്ടും 300 രൂപ ടിക്കറ്റ് ആണ് ഏറ്റവും കുറഞ്ഞതുള്ളത്, അതെങ്കിലും എടുത്തിട്ട് വരിക. അല്ലെങ്കിൽ ഇവിടെ ഗൈഡുകളുണ്ട്, അവർ വഴി കയറ്റി വിടാം. അവർ നല്ല ചാർജ് ആയിരിക്കും വാങ്ങുന്നത്. അവർ നിങ്ങളെ കൊണ്ടുപോയി തൊഴുതിച്ചിട്ടൊക്കെ വരും. അതും ക്യൂവിൽ നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അവരും നല്ല റേറ്റ് വാങ്ങും. ടിക്കറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ സേഫാണ്. വിൻ്റർ സീസണിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു സോക്സ് കാലിലിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ചെരുപ്പിടാണ്ട് നടക്കുമ്പോൾ ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. സോക്സ് കാലുണ്ടെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് മേടനും ഭഗവാന്റെ അടുത്ത് നിന്ന് 2 ഹാരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അവർ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ലോക്കറിലിരുന്ന് നമ്മുടെ ബാഗും വാങ്ങിച്ച് വന്നു. 250 രൂപ വാങ്ങി. അത് വലിയൊരു റേറ്റ് തന്നെയാണ്. ഇവിടെ എന്തിനും ഏതിനും പൈസയാണ്. റിക്ഷ ചേട്ടന്മാരോട് വിലപേശിയാൽ അവർ വിലപേശി കൊണ്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് വിടും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർ വിലപേശിയാൽ ഒന്നും 1 രൂപയും ഒരു കുറഞ്ഞ പോലെ ചിലപ്പോൾ 50 രൂപ കുറയും. ചിലരല്ല 90% ആൾക്കാരും ഒട്ടും കുറയ്ക്കത്തില്ല. അവർ പറയുന്ന റേറ്റ് തന്നെ നമ്മളെ കൊണ്ടുവന്നാക്കും. ഭയങ്കര കത്തിയാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ എത്തിക്കില്ല. വഴിയിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പറയും സ്ഥലം എത്തി, ഇനി കൊണ്ടെത്തിക്കില്ല എന്ന് പറയും. ഭയങ്കര പറ്റിരും, ഭയങ്കര പൈസയാണ് കേട്ടോ. അതുകൊണ്ട് കാശി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ടൂറിസ്റ്റുകളെ പറ്റിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. പക്ഷേ നമ്മളിന്ന് രാവിലെ വന്ന ആ ഓട്ടോ ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു ചേട്ടൻ. അമ്പലത്തിൽ കയറി തൊഴുതു, സുഖം ദർശനം എടുത്തിട്ടൊന്നും കാര്യമില്ല. ഒരു അരമണിക്കൂർ ക്യൂവിൽ നിന്നു. അവിടെ അവർ നിർത്തുന്നൊന്നുമില്ല, തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക. തൊഴുത് നല്ലതുപോലെ തൊഴുത് വരാൻ പറ്റിയില്ല. ചാർജർ, ബ്ലൂടൂത്ത്, അങ്ങനെ സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളിൽ അലൗഡ് അല്ല. ഫുള്ള് നെരിച്ചിട്ട് പോയി. അത് ലോക്കറിൽ വെച്ചിട്ട് പോകണം. ഫോൺ കൊണ്ടുപോവാം. ഫോൺ അകത്ത് ലോക്കറുണ്ട്. ഫോൺ അകത്ത്, ചെരുപ്പൊക്കെ അകത്തുണ്ട്, അവിടെ വയ്ക്കാം. ഈ ചാർജർ, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ട് പോകണം. ഇവിടെ അവരൊരു തട്ടം തരും. ആ തട്ടം കൊണ്ടുപോയിട്ട് തന്നെ തിരിച്ച് കൊണ്ടുവരുമ്പം 250 രൂപ കൊടുക്കുമ്പോൾ ലോക്കർ തരാം. അല്ലാതെ ലോക്കർ അവർ തരില്ല. ലോക്കർ ഫ്രീ എന്നാണ് പറയുന്നത്. പകരം ആ തട്ടം വാങ്ങിക്കണം 250 രൂപ കൊടുത്ത്. ആ തട്ടത്തിൻ്റെ ഒരു ബൊന്തയും ആ ഒരു തട്ടവും കൂടി തിരിച്ച് തരും. അത് തിരിച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ 250 രൂപ കൊടുക്കുമ്പോൾ ബാഗ് തിരിച്ചു തരും. ഫോണും ചെരുപ്പും ഒക്കെ നമുക്ക് ഉള്ളിൽ വെക്കാം കേട്ടോ. പിന്നെ സുഗമ ദർശൻ എടുത്തത് കൊണ്ട് അരമണിക്കൂറിൽ തൊഴുതിറങ്ങാൻ പറ്റി. ഇത് അല്ലാതെ ഫ്രീ ദർശനത്തിന് നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. ഇത് അമ്പലത്തിൻ്റെ പുറ സൈഡാണ്. ഇവിടുത്തെ ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇത്രയും ക്യൂ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും ക്യൂ നീണ്ടു നിൽക്കുന്നത്. ക്യൂ കാണിത്. ഈ നമ്മുടെ ദർശൻ വാങ്ങിച്ച ടിക്കറ്റിന് ഫ്രീ ആയിട്ട് പ്രസാദം കിട്ടും, ലഡു എന്തോ. അപ്പം അതുകൂടെ വാങ്ങാൻ പോവാണ്. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു 100 മീറ്റർ മാറിയിട്ടാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതായിരിക്കാം. പ്രസാദ് കൗണ്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീ കാശി വിശ്വനാഥ ടെമ്പിൾ ട്രസ്റ്റ് ഹെൽപ്പ് സെൻറ്റർ. അവിടെ വന്ന് വേണം ഈ ടിക്കറ്റ് കാണിക്കുമ്പോൾ നമ്മുടെ പ്രസാദം നമുക്ക് കിട്ടുവേ. ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. ഇടിച്ചിട്ടുണ്ട് പോവുകയാണ്. സുഗം ദർശൻ 4th ഗേറ്റിൻ്റെ അവിടെ നിന്നാട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതുപോലെ തന്നെ ഈ പ്രസാദം കിട്ടുന്നതും 4th ഗേറ്റിൻ്റെ അവിടെ നിന്നാണേ. വാ, ഫ്രീ ലഡു 2 പാക്കറ്റ് ലഡു ആണ് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ. നമ്മൾ 2 പേരായിരുന്നു. വേദയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ 2 പേർക്ക് 2 പാക്കറ്റ് ലഡു കിട്ടിയിട്ടുണ്ട്. പിന്നെ റൂമിൽ ചെന്നിട്ട് നോക്കാം. ഇവിടെ ഭയങ്കര തിരക്കും ബഹളവും. ഇവിടെ ഒരു മലായി ഷോപ്പ് ഉണ്ട് കേട്ടോ, ശ്രീജി മലായി. പക്ഷെ അത് ഇവിടെ ഇപ്പോൾ അടച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പോയി നോക്കണോ?
നമുക്കത് അങ്ങോട്ട് പോകാം. ഇനി കാലഭൈരവ ടെമ്പിളിലാണ് പോവേണ്ടത്. ഫസ്റ്റ് കാലഭൈരവ ടെമ്പിളിൽ പോയിട്ട് വേണം ഇങ്ങോട്ട് വരേണ്ടതെന്ന് പിന്നീട് അറിഞ്ഞു. പക്ഷേ നമുക്കറിയില്ലായിരുന്നു. ഇവിടെ തൊഴുതിട്ടാണ് ഇനി നമ്മൾ കാലഭൈരവ ടെമ്പിളിൽ പോകുന്നത്. ഇന്നലെ നമ്മൾ കഴിച്ച ബാട്ടി ചോക്ക് ഉണ്ടാക്കുന്നത്. ചായ കുടിക്കായിരുന്നു. ഇതുവരെ ചായ കുടിച്ചില്ല സത്യം പറഞ്ഞു. കാലഭൈരവ ടെമ്പിള് നമ്മൾ ആ ഇറങ്ങിയെടുത്തുനിന്ന് അങ്ങോട്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചിങ്ങോട്ട് നടന്നു. കുഴപ്പമില്ല. പിന്നെ വീണ്ടും അങ്ങോട്ട് നടക്കുകയാണ്. ഓട്ടോയ്ക്കൊക്കെ ചോദിച്ചപ്പോൾ 200 രൂപ. ഓട്ടോ ഇല്ല, സൈക്കിൾ റിക്ഷയ്ക്ക് 200 രൂപയാണ് അവർ പറയുന്നത്. സ്കൂട്ടർകാരന്മാരെ കൊണ്ട് ഒരു നിവർത്തിയില്ല. ഞങ്ങൾ ശ്രീജി മലായി കഴിക്കാനായിട്ട് ആപ്പിട്ട് ഒരു കോളനിക്കകത്തോട്ടൊക്കെ പോവാണ്. 500 മീറ്റർ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ചമ്മു എന്ത് തിരക്കും ബഹളവും. സ്കൂട്ടർകാരന്മാരെ കൊണ്ട് ഒരു ഇതുമില്ല. ഇടിച്ച് നമ്മൾ കാൽനട യാത്രക്കാർക്കല്ല പ്രാധാന്യം, സ്കൂട്ടർകാർക്കാണ്. ദേ പറഞ്ഞു കണ്ടോ പോണ പോക്ക് നോക്ക്. സ്ലോയിൽ തന്നെ പോണത്. മലായി കിട്ടുമോ എന്തോ, അല്ലെങ്കിൽ ഇനി നാളെ അതിന് വേണ്ടി വരണം. ഇവിടെയൊക്കെ നിറച്ച് മലായി ഷോപ്സ് ഉണ്ട്. പക്ഷേ ഈ ശ്രീജി മലായി കുറച്ച് ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോയി ഒന്ന് കഴിക്കാമെന്ന് കരുതിയത്. ഇതാണ് റാം ഭണ്ഡാർ. ഭയങ്കര ഫേമസ് ആട്ടോ കച്ചവടിക്കടയ്ക്ക്. തിരക്ക് കണ്ടാൽ അറിയില്ലേ. പക്ഷെ നമുക്ക് ഇപ്പോൾ വേണ്ട. നമ്മൾ നേരെ ശ്രീജി മലായിലേക്കാണ് പോകുന്നത്. ജിലേബി ഉണ്ടാക്കുന്നത്. ബാ, നമ്മൾ വെറുതെയാണ് ഇതുവരെ നടക്കുന്നത്. ഇവിടെയൊക്കെ മലായി ഉണ്ട് കേട്ടോ. പക്ഷെ അത് കുറച്ച് ഫേമസ് കടയായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. മലായി കട. പക്ഷേ ഒരു തിരക്കും കാണുന്നില്ലല്ലോ. ആരുമില്ലല്ലോ, ഇപ്പൊ കാണൂല. എത്തി നമ്മൾ ശ്രീജി മലായി അടുത്ത് തന്നെ. മുണ്ടടി രക്ഷപ്പെട്ടു. റിയാക്ഷൻ കിട്ടിയാ? ഓ തിരക്കുണ്ട്. താങ്ക് ഗോഡ്. അല്ലെങ്കിൽ ഇനി ഇതിന് വേണ്ടി നാളെ നമ്മൾ പറഞ്ഞു വരുന്നു. ഇവിടെ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭയങ്കര തിരക്കായതുകൊണ്ട്. നീ ഇവിടെ എവിടെയെങ്കിലും മാറുന്നില്ല, ഞാൻ വാങ്ങിക്കാം. ഇനി ബാ 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 ബാ. കയ്യിൽ ഫോണൊക്കെ ഇരിക്കുന്നു. ഇതാ ഇത് നീ വെച്ചേരെ. ഇവിടെ നീ 3 मलाई कितना? 3 180. कार से जाना है दूर. कहाँ जाना है? कितने किलोमीटर है? लग जाएगा 5. हाँ तो आधा बची आधा. ബദാം കൂടുതലുള്ളതുകൊണ്ടാ. അപ്പം നീ കഴി. ആ കവർ അവിടെ വൈ. ഇത്രയും ഹൈപ്പുള്ള സാധനം ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. ഇത് കഴിക്കാൻ ഇത്രയും ദൂരം നടന്നു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇല്ലല്ലേ. സംഭവം കൊള്ളാം. ഇത് കഴിക്കാനുള്ള തിരക്കൊന്നും ഇത്രയും തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. അത് വേറെ കാര്യം. ഏട്ടാ പോയി വാങ്ങിച്ച് കഴി. മലായി എന്ന് പറയുന്നത് വിൻ്റർ സീസണിൽ മാത്രം വാരണാസിയിൽ കിട്ടുന്ന ഒരു സാധനമാണ്.
പാലിനെ കേസർ അതായത് കുങ്കുമവും അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടഞ്ഞെടുക്കുമ്പോൾ ഒരു പത കിട്ടും. ആ പതയാണ് മലായിയായിട്ട് തരുന്നത്. അതിൻ്റെ പാലാണ് അവർ പതിയിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തത് കേട്ടോ. എന്നോട് ഞാൻ കുറച്ച് വീട്ടിലൊക്കെ കണ്ടപ്പോൾ 9 മണി വരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇല്ല കേട്ടോ, അത് 11 മണി 12 മണി സമയം ആവാറ് 11:30 മണിയായി. അവർ വീണ്ടും കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരക്കുണ്ട്, സാധനമുണ്ട് കേട്ടോ. ഒരു 12, 1 മണി 2 മണി വരെയൊക്കെ ഉണ്ടാവും, കാരണം തണുപ്പല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പാലിൻ്റെ ടേസ്റ്റ്. ഈ പാല് മലായിയെ കട്ടിക്കൊള്ളാം കേട്ടോ. ഇവിടെ വന്ന് കഴിക്കേണ്ട ഹൈപ്പൊന്നും ഇല്ല കേട്ടോ, സത്യം പറയാമല്ലോ. തണുപ്പില്ലെങ്കിൽ പാലിൻ്റെ പത ഇതുപോലെ സെറ്റായി കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു 10-11 മണിയൊക്കെ കഴിയുമ്പോൾ തണുപ്പ് മാറിയാൽ ഇത് സെറ്റാവാത്തത് കൊണ്ടാണ് 11 മണിക്ക് ശേഷം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നു, തണുപ്പുള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. വിൻ്റർ സീസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. എങ്കിലേ പത ഇങ്ങനെ നമുക്ക് വരത്തുള്ളൂ. വായിലിട്ട പഞ്ഞി പോലെ ഇങ്ങനെ അല്ലെങ്കിൽ പോകുന്ന ഒരു സാധനം കേട്ടോ. അതിന് പ്രത്യേക രുചിയൊന്നുമില്ല. അത് ഈ ശ്രീജി മലായിൽ വന്ന് കഴിക്കണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, വേറൊരിടത്തൊന്നും കഴിക്കാത്തതുകൊണ്ട് അറിയില്ല. ഇവിടെ വന്ന് കഴിക്കാൻ അത്രയും തിരക്ക് കൂട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല. പക്ഷേ അതിൽ ആ ഒരു മിൽക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ശ്രീജി മലായിന്ന് നമ്മൾ മലായി കുടിച്ച ശേഷം അടുത്ത് കാലഭൈരവ ടെമ്പിളിലേക്ക് പോവുകയാണ്. അവിടുന്ന് ജസ്റ്റ് ഒരു 500 മീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ റൂട്ട് തന്നെയാണ് നടന്നു പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ കാലഭൈരവ ടെമ്പിളിൽ പോയിട്ട് ശ്രീജി മലായി വഴി നമുക്ക് കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് വരാൻ കേട്ടോ. എല്ലാം കൂടി അറൗണ്ട് ഒരു 1.5 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാലഭൈരവ ടെമ്പിൾ, അവിടെ നിന്ന് ശ്രീജി മലായി, അവിടെ നിന്ന് കാശി വിശ്വനാഥ ടെമ്പിൾ. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു റൂട്ടിന് ഏറ്റവും നല്ലത് കേട്ടോ. ആദ്യം കാലഭൈരവനെ കണ്ടിട്ട് വേണം വിശ്വനാഥനെ കാണാൻ എന്നാണ് പറയുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കിട്ടിയ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. എന്തായാലും ബാക്കി വിശേഷം അടുത്ത വീഡിയോയിലേ